ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക്ഹൗസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ബനാന വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനായിട്ട് 3 വലിപ്പമുള്ള നല്ല പഴുത്ത പഴമാണ് എടുത്തിരിക്കുന്നത്. ചെറിയ പഴമൊക്കെ ആണെങ്കിൽ 4 ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പഴത്തിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൈപ്പ് പഴമാണ് കേട്ടോ. അതായത് നന്നായിട്ട് പഴുത്ത് ചില കുട്ടികളൊക്കെ ഇത് കഴിക്കാനായിട്ട് മടിയൊക്കെ കാണിക്കും. അത്തരം നല്ല പഴുത്ത പഴമാണ് കേട്ടോ ഈ ഒരു ഹൽവയ്ക്ക് നല്ലത്. നമുക്കിത് മിക്സി ജാറിൽ ഫൈനായിട്ട് അടിച്ചെടുക്കേണ്ടതാണ് കേട്ടോ. വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് തന്നെ ഇത് ഫൈനായിട്ട് അടിഞ്ഞ് കിട്ടും കേട്ടോ. പിന്നെ അടിഞ്ഞ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒരു 1/4 ഗ്ലാസ്സൊക്കെ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്ക് അടിച്ചെടുക്കാം. ഇനി നമുക്കപ്പോൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകട്ടെ. ഞാനിപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നെയ്യപ്പോൾ ചൂടായിട്ട് വരുമ്പോഴേക്കും ഞാൻ ഇതിലേക്ക് ഒരു 1/4 കപ്പ് കാഷ്യൂനട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. കാഷ്യൂനട്ടൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. കാഷ്യൂനട്ടിൻ്റെ കളറൊന്ന് ചേഞ്ച് ആകുമ്പോഴേക്കും നമുക്ക് ഉണക്കമുന്തിരിയോടെ ഇട്ട് കൊടുക്കാം. ഉണക്കമുന്തിരി ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. അപ്പോൾ ഞാനിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ എല്ലാ ഐറ്റംസും നമ്മൾ അടുപ്പിച്ച് വെച്ചാൽ ഹൽവ ഉണ്ടാക്കാനായിട്ട് വളരെ എളുപ്പമാണ് കേട്ടോ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ശർക്കര ഉരുക്കാൻ പോവുക, കാഷ്യൂനട്ട് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്യാൻ പോവുക, അതിനൊക്കെ സമയം പോവും. അപ്പോൾ ഇതൊക്കെ ഫസ്റ്റ് തന്നെ നമ്മൾ അടുപ്പിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഹൽവ റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാൻ അതിനായിട്ടൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഈ ഒരു വലുപ്പത്തിലുള്ള ശർക്കരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ ഈ ചെറിയൊരു പീസ് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഏകദേശം 1 കപ്പ് 1.25 കപ്പൊക്കെ അടുക്കി ഉണ്ടാവും കേട്ടോ ശർക്കര. ഇതിലേക്ക് നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം. അപ്പോൾ ശർക്കര നന്നായിട്ട് ഉരുക്കി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഹൽവ റെഡിയാക്കാം. അപ്പോൾ ഞാൻ നേരത്തെ കാഷ്യൂനട്ട് മുന്തിരിയൊക്കെ ഫ്രൈ ചെയ്തെടുത്തല്ലോ, ആ പാൻ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ പഴം ജ്യൂസ് കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ പഴം നന്നായിട്ട് തന്നെ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ശർക്കരയിലേക്ക് യൂസ് ചെയ്ത തവിയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് ഈ കളർ വന്നിരിക്കുന്നത്. ഇതിലപ്പോൾ 2-3 പഴത്തിൻ്റെ ചെറിയ പീസസ് അടിയാതെ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അത് എടുത്ത് കളയൊന്നും വേണ്ട. ഇത് നന്നായിട്ട് വെന്ത് വരുമ്പോൾ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി. നന്നായിട്ട് ഉടഞ്ഞു വന്നോളൂ കേട്ടോ. ഇതിലേക്ക് ഞാൻ 7 ഏലക്കായും കുറച്ച് പഞ്ചസാരയും കൂടെ പൊടിച്ചെടുത്ത പൊടിയാണ് കേട്ടോ ഇത്. ഇതോടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറുകുന്നതിനനുസരിച്ച് ഇതിലേക്ക് നെയ്യ് ഇടയ്ക്കിടയ്ക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് എത്ര നെയ്യാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പറയാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് ഇതിലേക്ക് ഒരുക്കി വെച്ചിരിക്കുന്ന ശർക്കരപ്പാനിയൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ കരടോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിപ്പോൾ ഒരുക്കി വെച്ചിരിക്കുന്നതിൽ കരടൊന്നും ഇല്ല, അതുകൊണ്ടാണ് ഞാനിത് നേരിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കുമ്പോൾ 2-3 വട്ടമായിട്ട് ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് കുറച്ച് ശർക്കരപ്പാനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ നമുക്കിത് മിക്സ് ചെയ്യാം. ശർക്കരപ്പാനിയും പഴം ജ്യൂസോടെ നന്നായിട്ട് മിക്സ് ആവണം. അതിനുശേഷം ചെറുതായിട്ട് ഒന്നുകൂടെ കുറുകി വരുമ്പോഴേക്കും നമുക്ക് ഫുള്ളായിട്ട് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഹൽവയ്ക്ക് നല്ല കളറൊക്കെ കിട്ടാനായിട്ട് കറുത്ത ശർക്കരയായിട്ടോ നല്ലത്. അപ്പോൾ കറുത്ത ശർക്കര കിട്ടുന്നുണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക. അപ്പോൾ ഇത് ഒന്നുകൂടെ കുറുക്കി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കോൺഫ്ലോർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതും നമുക്ക് 2-3 വട്ടമായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യമായിട്ട് ഇതിലേക്ക് കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു സ്റ്റേജ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. അതും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഹൽവയുടെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇളക്കുമ്പോൾ കുറച്ചൊരു ബലം കൊടുക്കേണ്ടി വരും. പാനിൽ നിന്നൊക്കെ നന്നായിട്ട് തന്നെ വിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ തിക്കാവുന്നതിനനുസരിച്ചാണ് ഞാൻ നെയ്യ് കുറച്ചായിട്ട് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ അത് എത്രയാണെന്ന്.
പാനിൽ നിന്ന് നന്നായിട്ട് ഹൽവ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൽ നിന്ന് കുറച്ച് കയ്യിലൊന്ന് ഉരുട്ടി നോക്കിയാൽ കയ്യിലൊന്നും പിടിക്കത്തില്ല കേട്ടോ. അതാ ഈ ഒരു സ്ട്രക്ചർ ആയിരിക്കും കേട്ടോ ഹൽവയ്ക്ക്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഹൽവ സെറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു മോൾഡിൽ കുറച്ച് നെയ്യൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂനട്ടും മുന്തിരിയും കൂടി ഞാൻ കുറച്ച് ഇതിലൊന്ന് ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇതിലേക്ക് സെറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഈ മോൾഡിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഹൽവ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു സ്പൂണിൽ കുറച്ച് നെയ്യ് ഞാനിതിൽ പുരട്ടിയിട്ടുണ്ട് കേട്ടോ ബാക്ക് സൈഡിൽ. അതിനുശേഷം ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ടോട്ടലായിട്ട് ചേർത്തിരിക്കുന്ന നെയ്യ് 4 ടേബിൾ സ്പൂണാണ് കേട്ടോ. ഹൽവയിലേക്ക് മാത്രം ചേർത്തിരിക്കുന്നത്. കാഷ്യൂനട്ടും മുന്തിരിയും ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് 1.5 ടേബിൾ സ്പൂൺ ആദ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 4 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്കായിട്ട് 1/2 ടേബിൾ സ്പൂൺ 1/4 ടേബിൾ സ്പൂൺ വെച്ചൊക്കെ ഇതിലേക്ക് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. ഒരു 1/2 to 3/4 മണിക്കൂറൊക്കെ മതി കേട്ടോ ഇത് സെറ്റ് ആവാനായിട്ട്. അപ്പോൾ ഞാൻ 3/4 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഏകദേശം 3/4 മണിക്കൂറായിട്ടുണ്ട് കേട്ടോ. 1/2 മണിക്കൂറാകുമ്പോൾ തന്നെ സെറ്റ് ആയിക്കോളും. അപ്പോൾ നിങ്ങളൊന്ന് നോക്കാം, ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുശേഷം സെറ്റായി മാത്രം ഇത് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൂടെ കാണിച്ചു തരാം. കട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഹൽവയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് ഈ ഹൽവ. അപ്പോൾ നിങ്ങൾ ഒരു തവണയെങ്കിലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ബൈ, താങ്ക് യു.